വിവിധ സംസ്ഥാനങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും എതിർപ്പുകൾ മറികടന്ന് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കാൻ ഒരുങ്ങുമ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ കടമ്പകളേറെയാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ നാൾ മുതൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു. ചെലവ് ചുരുക്കി പൊതുപണം ലാഭിക്കുക എന്നതാണ് കേന്ദ്രം ഉയർത്തിക്കാണിക്കുന്ന പ്രധാന നേട്ടം. എന്നാൽ ഇന്ത്യയിലെ ഫെഡറൽ വ്യവസ്ഥയെ നിർവീര്യമാക്കി കേന്ദ്ര സർക്കാരിന് സർവാധികാരം നൽകാനുള്ള ഒളിപ്പിച്ചു വെച്ച അജണ്ടയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലപാടിനു പിന്നിലെന്ന് വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്കു ശേഷവും പാഠം പഠിക്കാൻ BJP തയ്യാറല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഒറ്റ തെരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഗൂഢശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത്. ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ വൈവിധ്യ സ്വഭാവത്തെ തച്ചു തകർക്കാനായാണ് ഒറ്റ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ സാഹചര്യങ്ങളും പശ്ചാത്തലവുമാണ്. അത് പരിഗണിക്കാതെയും സംസ്ഥാനങ്ങളിൽ ഉരുത്തിരിയുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ കണക്കിലെടുക്കാതെയും യാന്ത്രികമായി തിരഞ്ഞെടുപ്പ് നടത്തുന്നതും അതല്ലെങ്കിൽ ജനവിധി അട്ടിമറിച്ച് കേന്ദ്രഭരണം അടിച്ചേൽപ്പിക്കുന്നതും ജനാധിപത്യത്തെ തകർക്കും. ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയെയും ഇന്ത്യ എന്ന ആശയത്തെ തന്നെയും അട്ടിമറിക്കാനുള്ള സംഘപരിവാർ നീക്കങ്ങൾക്കെതിരെ രാജ്യത്തെ ജനാധിപത്യ സമൂഹം മുന്നോട്ട് വരേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ അവതരിപ്പിച്ചിട്ടുള്ള ഈ ആശയം അതേ തോതിലുള്ളതോ അതിനേക്കാൾ മോശമോ ആയ സാഹചര്യമായിരിക്കും സൃഷ്ടിക്കുക. ഭരണം കൈയാളുന്ന BJP നയിക്കുന്ന NDA സഖ്യത്തിന് ഇത്തരമൊരു ബിൽ പാർലമെന്റിൽ പാസാക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പാർലമെന്റിൽ സ്പെഷ്യൽ മജോറിറ്റി വേണം ബില്ല് പാസാക്കാൻ. ഭരിക്കുന്ന സർക്കാരിനും സഖ്യകക്ഷികൾക്കും സ്പെഷ്യൽ മജോറിറ്റി ഇല്ല. അത് ലഭിക്കണമെങ്കിൽ പ്രതിപക്ഷത്തെ ആശ്രയിക്കണം. പ്രതിപക്ഷത്തിരിക്കുന്ന 230 അംഗങ്ങളും ഇതിനെ പിന്തുണയ്ക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ ഇത് പാസാക്കാൻ പ്രയാസമായി വരും. പാർലമെന്റ് പാസാക്കാതെ ഇത് മുന്നോട്ട് പോകില്ല എന്ന വസ്തുതയും മോദിക്ക് മുന്നിലുണ്ട്. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. കണ്ണൂരിൽ 45 വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം. കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ, MRF, ഇൻഡിഗോ, ഷാലിമ, സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ. മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു. കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു. കുഞ്ഞപ്പ ട്രേഡേഴ്സ്, സ്റ്റേഡിയം കോംപ്ലക്സ്, കണ്ണൂർ. ഫോൺ 9383 462 422.